എല്ലാരും മതിൽ ചാടാൻ നോക്കി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ മതിൽ ചാടാതെ കയറി വന്നത്. ബാക്കി എല്ലാരും ചാടാൻ നോക്കി. രണ്ട് കൊണയൊക്കെ പറഞ്ഞാലോ ചിരിച്ചാലോ മുഖത്ത് ഇല്ലല്ലോ ഒരിക്കലും പറയത്തില്ലടാ. എടാ എന്റെ ഭാഗത്ത് അങ്ങനെ അണ്ണൻ പറയാൻ പിന്നെ അതിനപ്പുറം ഇല്ലടാ. നമ്മൾ തമ്മിലിപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഫ്രീ വാറായിട്ട് പോയി. അപ്പൊ നമുക്കിത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ എപ്പോഴത്തേക്കാണ്? നമ്മള് ഒരു 15 മിനിറ്റുള്ളിൽ വാറ് വിളിക്കാം. ഇത് 2:30 വരെയായി. ഒന്നരേ നമ്മളൊരു 1:45 വാറ് വിളിക്കാം. ഓക്കെ അല്ലേ? 1:45 പറഞ്ഞല്ലേ? ബ്രോ ഒരു 1:40 അപ്പൊ തന്നെ 1:40 ഒക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി ഡിലേ ആയി പോകും. പിന്നെ നിങ്ങള് വെസ്റ്റ് ഇടുന്നുണ്ടോ? വെസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ വൈറ്റ് വെസ്റ്റ് തന്നെ കളിച്ചോ? നമ്മള് വെസ്റ്റ് ഇടുന്നില്ല. ഓക്കെ ബ്രോ. അപ്പൊ 1:40 അപ്പൊ 1:40 വിളിക്കേ. സുഖല്ലേ? അറിയാവുന്ന രാജേഷ് അന്നായിരുന്നു മനസ്സിലായില്ല. രാജേഷ് ആ രാജേഷാ നിന്നത് ആ റൈറ്റ് സൈഡിൽ നിന്നാ. അതല്ലേ സുഖമാണോ ചോദിച്ചത്? അണ്ണാ അവന്മാര് പറഞ്ഞിട്ടുണ്ടോ അവന്മാര് രക്ഷപ്പെട്ടെന്നാ? സിറ്റുവേഷൻ വല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇതില്ലേ നിങ്ങള് കുത്തിയ മറ്റേ റിപ്പയറിന്റെ അവിടുത്തെ ബിൽഡിംഗ്, അതിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല കേട്ടോ. അവിടെ ശരിക്കും നമ്മളൊരു പ്രോപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് റിമൂവ് ആയിട്ടുള്ളതാ. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. കാരണം അതിന്റെ ഉള്ളിൽ ഞാൻ കണ്ടായിരുന്നു. എന്താടാ കണ്ണാപ്പി അങ്ങനെ? അണ്ണ അതിന്റെ ഉള്ളിൽ കയറി പോയി. എന്റെ വ്യൂക്ക് പോയില്ലല്ലോ. അതിനകത്ത് അവിടെ കയറി റിപ്പയർ ചെയ്യാൻ പാടില്ലെന്നല്ലടാ പറഞ്ഞ. പിന്നെ നിങ്ങൾക്ക് അറിയാൻ അത് ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അല്ലാണ്ട് അല്ല ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്തിപ്പോ എന്താ പ്രശ്നം? ഹലോ ഏത് ഹെലി റിപ്പയർ ചെയ്തല്ലോ? അതല്ല പുള്ളി പറഞ്ഞത്. പിന്നെ അണ്ണൻ മറ്റേ ബാറിന്റെ ഇടയ്ക്ക് റിപ്പയർ കൊണ്ട് കുത്തിയില്ലേ? റിപ്പയർ കൊണ്ട് കുത്തിയ ഓർമ്മയില്ലേ ഫസ്റ്റ് ഫൈറ്റ്? ആ അത് പ്രോപ്പ് വെച്ച് അടച്ചേക്കോ. അതിന്റെ അകത്ത് കയറിയെന്നാ പ്രശ്നം പറഞ്ഞത്. അത് ശരിയാ. ഞാൻ അതിനകത്ത് കയറിയാ തല്ലിയത് കേട്ടോ. അതാണ് പറഞ്ഞത്. അത്രയുള്ളൂ ഈസി ഈസി. നമ്മളെ വണ്ടിയാ ഡെസ്ട്രോയ ഓടിച്ചേ. അതാ ടിവിയിലെ ഡെല്ലിടുവോ? അണ്ണനെ കൂട്ടി ഞാൻ പറയിപ്പിക്കാം. ടിവിയിലെ ഡെല്ലിടുവോ കണ്ണൻ എക്സ് അണ്ണനാ. അത്രേ ഉള്ളൂ അണ്ണാ. അല്ലേ അണ്ണാ? അല്ലേ അണ്ണാ? അണ്ണാ അല്ലേ അണ്ണാ? അണ്ണാ കണ്ണാപ്പി ഒരു ചാലഞ്ച് കണ്ണാപ്പി. എന്ത്? നീ ഒരു പിക്ക് ബോൾ എടുക്കലില്ലേ നീ ജട്ടിയിട്ട് ഡാൻസ് കളിക്കണം. സ്വന്തം കാര്യം നോക്കടാ നീ. ഓരോമാതിരി വയ്യു ഇറ്റ് മൈ റെഡ് കാർ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുത്തിട്ടേ വല്ല പറഞ്ഞേ. ഒരുണ്ട് പറഞ്ഞായിരുന്നു. ഒറ്റവണ്ടി അവരുടെ ടയർ പൊട്ടി. ദൂരം പോലെടാ.
അതിന് മേളിലാളുണ്ട്, അതിന് മേളിൽ ആളുണ്ടേ. അയ്യോ എനിക്ക് അവിടെ സ്റ്റെക്കായി നിന്ന് എന്റെ സ്ക്രീന്. ഞാൻ പറയാതെ ഇറങ്ങല്ലെന്ന് പറഞ്ഞ അതിനാ. വണ്ടി ഭയങ്കര കൺഫ്യൂസ് ആവുന്നു. അമല എടുത്ത് വണ്ടി കൊണ്ടുപോടാ ഹൈഗ്രൗണ്ട് കുത്തിയടാ, ഹൈഗ്രൗണ്ട് കുത്ത്. ഈ മാർക്കുണ്ടോ ഈ ഹൈഗ്രൗണ്ട് വന്നേ ഈ വണ്ടിയെ പിറ്റിയല്ലേ പണ്ണപ്പെടുക നീ. വണ്ടി കയറ്റാൻ പറ്റുന്നില്ല. ഇല്ല ഞാൻ ഡെസ്ട്രോ കത്തി ഇവിടെ വന്നടാ ഇറങ്ങി ചെയ്തോണ്ട് ഫ്രണ്ടിലോട്ട് വല്ലടാ, ഫ്രണ്ടിലോട്ട് വല്ല. വീടും ചെയ്തടാ അവര്. ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ അവിടെ ഓടി നമ്മുടെ അണ്ണ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് അവന്മാരെ ഇടിച്ച് തെറിപ്പിച്ചായിരുന്നു. അതേ തന്നെ ബാക്കിലോ ഇതാണോ സാറാണ്? അതെ നോക്കിയിരുന്നാ. അല്ല ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഇതാണോ ബാക്കിലെന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആയിപ്പോണ്ടോ സാർ? താഴെ ഒരു വണ്ടി ഇറങ്ങാണ്ടിരിക്കുന്ന ഹൈഗ്രൗണ്ടിൽ തന്നെ നിൽക്കണേ, ഇവിടെ തന്നെ നിൽക്കണേ. ഇവിടെയാണേ കത്തി, ഞാൻ ഇവിടെ നിൽക്കുവാണേ. ഞാനൊന്ന് ഇതടിക്കണ്ട. അപ്പുറം സൈഡ് വാടാ, ഇവിടെ കേറാൻ പറ്റില്ല. എന്തിരി കാണിക്കുവാട നീ ഇറങ്ങുന്നിടത്ത് തന്നെ നിന്ന് നിനക്ക് റീഫ്രഷ് അടിച്ചാ പോരാടാ. പിന്നെ എന്തിനാ ഇപ്പുറത്തോട്ട് വരുന്നേ? ആ സീറ്റ് കിട്ടുമോ നോക്കിയാ? സീറ്റ് നിനക്ക് നീ മറ്റേ വിൻഡോ സീറ്റ് യാത്ര അല്ലല്ല, ലെഫ്റ്റ് സൈഡ് ഇറങ്ങി കഴിഞ്ഞാലേ അഡ്വാൻറ്റേജ് ചേർത്ത് കുത്തുവാണേ. അവിടെ നിർത്തുന്നു. എക്സടിച്ച് പോയി അവൻ. തിരിച്ചു വന്നു, അവിടെ തന്നെ
ഇത് കറങ്ങേണ്ടി വരും അണ്ണാ വഴി വെച്ച് കുഴപ്പമില്ല ഞാൻ ഇവിടെ നോക്കിയതാ. നമ്മൾ മറ്റേ വഴിയല്ലാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല ഇത് ലൂപ്പാണ് നീ. മാർക്കറ്റാണ് നമ്മൾ വന്നിട്ട് ഓ ഇതാണല്ലോ അവിടെ ഒരാള് ഇറങ്ങി പോയി. തമ്മിൽ ഇടിക്കല്ലായിരുന്നു. ഫ്രീ മൂവ്മെന്റ് ടാറില്ലാതെ പോന്നെ വീണ്ടും ഇടിച്ചോണ്ടിരിക്കോടാ അത് ഇങ്ങനെ. ആ ഡെസ്റ്റിനോടെ വരട്ടെ. ഇപ്പൊ റിപ്പയർ ആയി കാണും. അവര് വീണ്ടും വരും. വെയിറ്റ് എടാ അങ്ങോട്ട് പോലെ ഇവിടെ തന്നെ തിരിച്ച് മലയെ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്യുവന്നേ. ആള് ലൊക്കേഷൻ ലൂപ്പിപ്പെട്ടിരിക്കോട്ടെ ഇതിന്റെ അകത്ത്. ഈ മതിലൊക്കെ ചാടിവാ ഇതിൽ അങ്ങോട്ട് വരുന്നുണ്ടാ. ലൊക്കേഷൻ ഇവൻ എന്താ മറ്റേ ഫ്രീ വണ്ടി ഒന്ന് മല വന്നേ മല വന്നേ. അവൻ ഫ്രീ ആണല്ലോ. അവനെ എടുത്തു വന്നാ. അവനെ എടുത്തോ ഫ്രീ വണ്ടി. ലൂപ്പിപ്പെട്ടെ കിട്ടി ഇവിടെ പിന്നില്. ഓപ്പോസിറ്റ് ആണ്. ഈ മലയുള്ള ഇവനെ എടുത്തേ. കുത്തിക്കാ മല. ഇവിടെ ഒന്ന് പിങ്ങിട്ടെന്നടാ. ഇവിടുന്ന് കയറി വരുന്ന വണ്ടി മാറ്റി ഇടിച്ച് തെറിപ്പിക്കുകയാണ്. നിങ്ങളെവിടാ കുത്തുന്നേന്ന് പറഞ്ഞ മാർക്ക് ഒന്ന് മാർക്ക് വേണ്ട പോയാ എടുത്തോളാം. എണ്ണ വണ്ടി കയറി എടാ മനസ്സിലാവനെ. ബാക്കി വന്ന് വീടാടി പട്ടി ഒരു വണ്ടി വെച്ചുപിടി കേറ്. ആ ടയർ പോയി വണ്ടി അടിച്ചോളാം. ഇവിടെ അടിച്ചോ അടിച്ചു അവനെ അടിച്ചേ. ഈ വണ്ടിയുടെ വെക്കട കവറ വേണം. അവന്റെ ടയറെല്ലാം വേണം. അവനെ പോയി വന്ന് കുത്ത്. ഇവിടെ വന്ന് കുത്തിയങ്ങട് ആ ലെഫ്റ്റ്. നല്ല അടി കിട്ടിയ എനിക്ക് റീഫ്രഷ് അടിച്ചോ. വെറുതെ ഒന്ന് വെക്കണം. ഒന്ന് ഹോൾഡ് ചെയ്തേ. കറങ്ങി റീഫ്രഷ് അടിച്ചു. കേറി എന്റെ പിക്കറാ അത്.
എന്റെ കയ്യിൽ LX നീ വീടാനാട്ടോ ഞാൻ എല്ലാവർക്കും ടീം നീ എന്റെ എൻട്രി ഒന്ന് കാണണം ഞാൻ എനിക്ക് മാറില് മാത്രം ഇതുവരെ അങ്ങനെ രണ്ട് ഡിങ്ക ഞാൻ തന്നെ എന്തൊരു ഗതികേടൊക്കെ പക്ഷെ അത് എന്റെ ലാസ്റ്റത്തെ അത് ഞാനാണ് മറ്റേ ക്ലോസ് ഒന്നും 2 ഹെഡ് കൊടുത്തത്. നമ്മുടെ പുറകിരുന്നിട്ട് വരച്ചോട്ടെ എനിക്ക് ഒരുത്തിനെ ഒഴിക്കാൻ പറ്റുന്നുള്ളൂ എല്ലാരും I will try my best guys. I tried my best. ഇവരുടെ വണ്ടി ഭയങ്കര കേട്ടോ ചുമ്മാ തട്ടിയെ നമ്മൾ തിരിച്ചു പോവാ അവന്മാർ അതുകൊണ്ട് അങ്ങനെ കളിക്കുന്നത് എന്താ അടിയാണോ നമ്മൾ രണ്ടുപേരും അടിച്ചത്? എന്തായാലും ബുക്ക് കിട്ടിയോ ഇല്ലല്ലോ പിന്നെന്തോ എനിക്ക് കിട്ടി ഒരു കിട്ടി അമ്മനോ ഒരു അണ്ടിയും കിട്ടിയില്ല നിന്റെ ചാറ്റ് എടുത്ത് വെച്ചേക്കാം പോയിന്റ് അങ്ങ് കൊടുക്ക് ഒരു പിക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോയിന്റ് ഊമ്പിച്ചിട്ട് ഇരുന്ന് കുണ്ണത്താളം പറയണം അവർ ചൂട് എറിഞ്ഞു തരാതെ നോക്കുന്നു. അണ്ണൻ എന്തെങ്കിലും കിട്ടിയോ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അവിടെ തന്നെ മൊത്തം പക്ഷെ ഞാൻ ഒരുത്തർ 2 ഹെഡിങ് കൊടുത്തണ്ട ആരും നക്കിക്കൊണ്ട് അതൊക്കെ ഞാനും കൊടുത്തു ഡിങ്കൊക്കെ ഞാനും കൊടുത്തു പിക്കായിട്ട് കിട്ടിയില്ലെന്നു കുഴപ്പമില്ല.